ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാന് വെള്ളർക്കടുക്കൽ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. ഏകദേശം 27 വർഷങ്ങൾക്കപ്പുറം ഒരു മാതാവ്, വളരെ നല്ല പ്രായമുള്ള ഒരു മാതാവാണ്. ആ മാതാവിന് ഒരു മകളെ ഉള്ളൂ. ആ മകൾക്ക് ഒരു മകനേ ഉള്ളൂ. ചർച്ചിലെ ആക്റ്റീവ് കുടുംബമാണ്. ഒരു ദിവസം ആരാധന ചെല്ലുമ്പോൾ ആ മാതാവിന് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ട് ഇറങ്ങാത്ത അവസ്ഥയിലായിരിക്കും. അപ്പൊ ആളുകളെല്ലാം വീടിനകത്ത് പുറത്തുമൊക്കെ ഉണ്ട്. ഞാൻ മാതാവിന്റെ അടുക്കൽ ചെന്ന് അമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ കൂടെ ഇരുന്നവർ പറഞ്ഞ് 2-3 ദിവസം കൊണ്ട് വിളിയൊന്നും കേൾക്കുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടു. എന്താ നിങ്ങളുടെ ആഗ്രഹം? പറഞ്ഞു, എന്റെ കൊച്ചുമോന്റെ കല്യാണം കൂടെ കണ്ടിട്ട് എനിക്ക് മരിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞു, കർത്താവേ, ആ കൊച്ചുമോനെ അമ്മച്ചിയാണ് വളർത്തിയത്. അവരുടെ മകൾ കാട്ടിലൊക്കെ പോയി ചുള്ളിയൊക്കെ ഒടിച്ചു കൊണ്ടുവന്ന് ഈ മോനെയും അമ്മയൊക്കെ സംരക്ഷിച്ച അമ്മയാണ്. ഈ മാതാവിന് വേണ്ടി ഞാൻ പറഞ്ഞു, കർത്താവേ, അവിടെ കൊച്ചുമോന്റെ വിവാഹത്തിന് ഞങ്ങളോടൊപ്പം കടന്നു വരുവാൻ തക്കവണ്ണം ഈ മാതാവിന് സൗഖ്യം നൽകണമേ. കൂടെ കേട്ടവരെല്ലാം ചിരിച്ചു. അടുത്ത ദിവസം അടക്കാലം നടത്താനായിട്ടാണ് പാസ്റ്ററെ വിളിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കൊച്ചുമോന്റെ കല്യാണം കണ്ടിട്ടേ അമ്മ മരിക്കൂ. ഒരാളിന്റെ സഹായത്തോടെ കൊച്ചുമോന്റെ കല്യാണത്തിന് അമ്മച്ചി പോയി. സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഏകദേശം 5-6 മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇതുപോലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചിക്ക് ഇങ്ങനെ ജീവൻ പോകാൻ ഭാരപ്പെടുന്നു, പക്ഷെ ജീവൻ പോകുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ട്, കർത്താവേ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇടിമുഴക്കം പോലെ ദൈവം ഇടപെട്ടു. നീ പറഞ്ഞിട്ടാണ് പ്രാണനെ ആയുസിന് നീട്ടി. നമ്മുടെ നാവിന് ദൈവം അധികാരം തന്നിട്ടുണ്ട്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ കർത്താവിന് അതിനെ അനുസരിക്കാതിരിക്കുക, കർത്താവ് അതിനെ മാനിപ്പാനിടയായിത്തീരും. പെട്ടെന്ന് ആ മാതാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലെത്തും മുമ്പേ ആ മാതാവ് ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു. ഇന്ന് പകൽ ജീവനും മരണവും നാവിന്റെ അധികാരത്തിന്മേൽ ഇരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആദരം ചലിക്കുമ്പോൾ, സ്നാനപ്പെട്ട് ദൈവമക്കളുടെ ആദരം ചലിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇടപെടാവും. അത് പാസ്റ്റർ എന്നല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ആദരം ചലിക്കുമ്പോൾ ദൈവത്തിന് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി വരും. നമ്മൾ ആ ലൈനെന്ന് കറക്റ്റ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. കർത്താവുമായുള്ള ആ ബന്ധം മുറിഞ്ഞു പോകാതെ സൂക്ഷിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ എബ്രായലേഖകൻ പറയുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകല മാനവരാശിയുടെയും പാപത്തെ വഹിച്ച കാൽവറിയിൽ താൻ മരണം ഏറ്റെടുക്കുമ്പോൾ ലോകം മുഴുവനും യേശുവിനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയപ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചത് കള്ളന്മാരുടെ പട്ടികയിൽ യേശുവിനെ ചേർക്കാനാണ്. പക്ഷെ ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരു ന്യായാധിപന്മാർക്ക് പോലും
കർത്താവിനെ രാത്രിയിൽ 3 കോടതിയിൽ വിസ്തരിച്ചിട്ടും ഒരു ഭരണാധികാരികൾക്കും യേശുവിന്റെ മേൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നിട്ടും ആ ലോകം മുഴുവനും നോക്കി നിൽക്കെ അധർമ്മികളുടെ കൂട്ടത്തിൽ യേശുവിനെ എണ്ണിയത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ ലോകം അടച്ചാക്ഷേപിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാനും ദൈവത്തിന്റെ പൈതലായി മാറി. കർത്താവിനെ അവയെ വേദനിപ്പിച്ച, നിന്ദിച്ച, പരിഹസിച്ച, ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത ലോകമാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ നിലവിളിച്ചു. അവരോട് കർത്താവ് പറഞ്ഞത്, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ. ഇന്ന് 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ പിതാവും മാതാവും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ഭയത്തോടെ കഴിക്കണം. ഈ കുട്ടികൾ യൗവനക്കാരാകുമ്പോൾ ആർക്കാണ് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ ഭയത്തിലും ദൈവ കൃപയിലും വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ വചനം അവർക്ക് കൊടുക്കണം. ലോകത്തിലെ ജ്ഞാനം കൊടുക്കുന്നതിനോട് തുല്യം ദൈവവചനം അവർക്ക് കൊടുക്കുവാൻ ഇടയായി തീരണം. കഴിഞ്ഞ ദിവസം EBSന്റെ ഫൈനലില് യേശുവിനെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത എത്ര കുട്ടികളാ മുട്ടുമേൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചത്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതാണ്. അതിനോട് ഒരുപാട് ആളുകൾ സമ്പത്ത് ചെലവിട്ടു, ഒരുപാട് പേർ രാത്രി പകലൊക്കെ അധ്വാനിച്ചു. അതിനെല്ലാം പ്രതിഫല സ്വർഗ്ഗ ദൈവം തരും. ഒരു കുട്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട നമ്മൾ ചെലവാക്കുന്നതൊന്നും നഷ്ടമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. അത്ര മാതാപിതാക്കൾക്കാണ് എന്റെ കുഞ്ഞ് നിർബന്ധമായും സൺഡേ സ്കൂൾ പഠിക്കണമെന്നുള്ള വാശിയുള്ളത്. എത്ര കുട്ടികളെയാണ് സൺഡേ സ്കൂളിലെ വചനം കാണാതെ പഠിപ്പിക്കുന്നത്? നമ്മൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി രാത്രി നമ്മൾ ഉറക്കമെഴുതിരുന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷെ അതുപോലെയുള്ള പ്രാധാന്യം ദൈവവചനം പഠിക്കുവാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എങ്കിലേ ആ കുട്ടി ആത്മീകമായി വളർന്നാലേ ആ കുട്ടി മാതാപിതാക്കൾ പിന്നെ പ്രയോജനപ്പെടുകയുള്ളൂ. ഇന്നവരെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനും കഴിയുന്ന സമയത്ത് ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. ഇന്ന് പകൽക്കാലം കർത്താവിനെ കുറിച്ച് ഇവിടെ പറയാൻ 10-ാം വാക്യം നിർവഹിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് പറയും സകലത്തിന്റെയും ലാക്ക്, ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ തലമുറകളെ കുറിച്ച് നമുക്ക് ലക്ഷ്യം എന്താണ്? ചില മാതാപിതാക്കളോട് ചോദിച്ചാൽ നിങ്ങളുടെ മോൻ ഇന്ന് ഏത് സബ്ജക്ട് ആണ് പരീക്ഷയിൽ ചോദിച്ചാൽ പല പാരന്റ്സിനും അത് അറിയില്ല. എന്താ കാര്യം? അവർ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കുറെ കാശും ചെലവാക്കി നല്ല സ്കൂളിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ. മാതാപിതാക്കൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം പഠിച്ചിരിക്കുന്നു, നമുക്ക് കഴിയുന്ന അളവിൽ ആ കുഞ്ഞുങ്ങളെ പരിശോധിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് പിറ്റേ ദിവസത്തെ പരീക്ഷ എന്തോ സബ്ജക്റ്റ് ആണ് നമ്മൾ തിരിച്ചറിയണം. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്താണ് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ശനിയാഴ്ച രാത്രിയെങ്കിലും നാളത്തെ അവയെ പറയുവാനുള്ള വാക്യം കാണാതെ പഠിച്ചോ എന്ന് ശ്രദ്ധിപ്പാനായിട്ട് കഴിയണം. കൊച്ചുകുട്ടികളല്ല, മുതിർന്ന കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കണം. വലിയ കുട്ടികളല്ലേ പഠിച്ചോളൂ എന്ന് വിചാരിച്ചാൽ
അവർക്ക് ഇമ്പമായതേ പലതും പഠിക്കുകയുള്ളൂ. ഒരു മൊബൈൽ എടുത്തു കൊടുത്തിട്ട് അതിനോട് എന്തെങ്കിലും കാണാനായിട്ട് അവരെ ഒന്നും പഠിപ്പിക്കേണ്ട, അതെല്ലാം അവര് പഠിച്ചോളും തനിയെ. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി എടുക്കണം. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് സകലത്തിനും ലക്ഷ്യം യേശുക്രിസ്തുവായിരിക്കാൻ. സകലരുടെ ലക്ഷ്യം യേശുക്രിസ്തുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃക സ്വീകരിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തിത്വം യേശുക്രിസ്തുവാണ്. ഒരു പാസ്റ്റർമാരെയും അനുകരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഒരു വിശ്വാസിയെ നോക്കിയാൽ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയില്ല. കർത്താവിനെ നോക്കണം. യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ ഒരു ദൈവവേദം തയ്യാറായാൽ ഒരു സ്ഥലത്തും ലജ്ജിച്ചു പോകാൻ അനുവദിക്കയില്ല. എന്റെ കർത്താവ് ഒരു സ്ഥലത്തും തോറ്റിട്ടില്ല. മനുഷ്യരൊക്കെ പല സ്ഥലങ്ങളിൽ തോറ്റവരാ. നമുക്ക് പറയാൻ പ്രാഗൽഭ്യമൊന്നുമില്ല. എത്രയോ സ്ഥലങ്ങളിൽ വീണും എഴുന്നേറ്റുമാ നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത്. പക്ഷെ കർത്താവ് ഒരു സ്ഥലത്തും തോറ്റിട്ടില്ല. കർത്താവ് പറഞ്ഞു, എന്റെ പാപത്തെ കുറിച്ച് ആർക്കെന്നെ ബോധം വരുത്താം. കർത്താവ് പാപത്തിന്റെ വഴിയിൽ തോറ്റിട്ടില്ല. മരണത്തിന് വേണ്ടി ലോകം ഏൽപ്പിച്ചു കൊടുത്തു. ലോകം ക്രൂശിച്ച് അടക്കം ചെയ്തു. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് പോലും യേശുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ഥലത്തും യേശുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ജയിച്ചവന്റെ കൂടെ നിൽക്കുന്ന ഒരുവന് എല്ലായ്പ്പോഴും ആർത്ത് ഉല്ലസിക്കുവാൻ വകയുണ്ട്. നമ്മുടെ ഇപ്പോ ഇലക്ഷന് വോട്ട് ചെയ്തെല്ലാം പെട്ടിക്കകത്തിരിക്കുക. അടുത്ത ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ആ ബാലറ്റ് പേപ്പറെല്ലാം എണ്ണും. വോട്ടിംഗ് മെഷീന്റെ എല്ലാം തുറന്ന് അതിന്റെ കണക്കെടുക്കുമ്പോൾ അറിയാം ആരൊക്കെയാണ് ജയിക്കുന്നതെന്ന്. ഇപ്പൊ ചോദിച്ച എല്ലാവരും പറയും ഞാൻ തന്നെ ജയിക്കുമെന്ന്. നമ്മളും അങ്ങനെയാ. ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നവരാ. പക്ഷെ കർത്താവ് മാറിക്കിടുമ്പോൾ എന്റെ പേര് അതിനകത്ത് ഉണ്ടാകുമോ? കർത്താവ് പേർ വിളിക്കുമ്പോൾ എന്റെ പേര് അതിനകത്ത് ഉണ്ടാകുമോ? നമ്മളൊക്കെ പാടും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഇത് ശവക്കല്ലറയിലല്ല പാടേണ്ടുന്നത്. ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുമ്പോൾ, നല്ല യൗവന രക്തം തിളയ്ക്കുന്ന സമയത്ത് പാടണം, പേർ വിളിക്കുമ്പോൾ എന്റെ പേരും കാണുമെന്ന്. ആ ഒരു ഉറപ്പുള്ള ഒരു ദൈവമേതെന്ന് ലോകത്തിന് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ മരണത്തെയും ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം ദൈവദാസന്മാർ പീഡന അനുഭവം. ഈ ചൊവ്വാഴ്ച ഇവിടെ വരുന്ന ദൈവദാസനെ യുപിയിൽ വെച്ച് ഒരിക്കൽ സുവിശേഷ വിരോധികൾ തോക്കിന്റെ പാത്തി കൊണ്ട് ഇടിച്ച് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇടികൊള്ളാനുള്ള ഇനി പാടുകൾ സ്ഥലമില്ല. അത്രമാത്രം മൃഗീയമായി ഉപദ്രവിച്ച ഒരു മനുഷ്യൻ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് വടിയൂന്നി നടക്കാവുന്ന സൗഖ്യമുണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം 15 വർഷം കഴിഞ്ഞു. ആരോഗ്യത്തോടെ നടക്കുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഏറെ ഉണ്ടെങ്കിലും അവിടെ ഒന്നും തളർന്നു പോകാതെ ഓടുവാൻ തക്കവണ്ണം ആ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തി. സുവിശേഷയുടെ പട്ടുമെത്തയുടെ അനുഭവമല്ല, നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലുകളും വേദനകളും ഒക്കെ നമ്മുടെ കൂട്ടാളിയാണ്. കർത്താവിനെല്ലാം സഹിച്ചിട്ട് തളർന്നു പോയില്ല. സകലതും സഹിച്ച ജയിച്ചവനായ ആ കർത്താവിനെ ഓർത്തുകൊള്ളുവാൻ ഒരു ദൈവവേദന കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ലഘുവായ കഷ്ടം സാരമില്ല. പ്രയാസം വരുമ്പോൾ നമ്മൾ ബലൂണിന്റെ കാറ്റ് തുറന്നു വിട്ടതുപോലെ നമ്മൾ ഡൗൺ ആയി പോവുകയാണ്. അങ്ങനെ തളർന്നു പോകേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. ഇവിടെ കർത്താവ് മരണമാസ്വദിച്ചത് താഴ്ച വന്നവനായ യേശു മരണകൊണ്ട് കർത്താവിനെ മഹത്വവും ബഹുമാനവും അണിയിച്ചു. ഈ ലോകം നമ്മെ ബഹുമാനി ദൈവത്തിന്റെ കർത്താവിന്റെ പാതയെ നമ്മൾ പിന്തുടരണം.
യേശു കർത്താവ് തന്നെ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ഒന്ന് തന്നെ താൻ ത്യജിക്കണം. എനിക്കുണ്ടെന്ന് പറയുന്ന കഴിവുകളെ ഉപേക്ഷിക്കുക നാം തയ്യാറാണെങ്കിൽ കർത്താവിന്റെ കൃപകളെ നമ്മുടെ മേൽ പകരുകയുള്ളൂ. പഴയ മനുഷ്യൻ പൂർണ്ണമായി മരിക്കണം. അവന്റെ പ്രവർത്തിക്കണം. അവന്റെ പ്രവർത്തികളോടുകൂടെ മരിച്ച് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അതിപാന്തക്കോണം കഴിയും. യേശു കർത്താവ് മറ്റൊരാളുള്ള കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. പിശാചിന്റെ നിരന്തരമായ പരീക്ഷ യേശു അനുഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും കർത്താവ് ജയിച്ചത് വചനം കൊണ്ടാണ്. പരീക്ഷന്മാരിൽ ശാസ്ത്രം പുറകെ നടന്ന് കർത്താവിനെ നിരന്തരം ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ കർത്താവ് പതറിപ്പോകാതെ നിന്നത് സ്വർഗത്തിലെ പിതാവുമായ ഒരു ബന്ധമുണ്ടായി. ആ ഒരു ബന്ധമുള്ള ഒരു ദൈവപൈതലിന് ഈ ലോകത്തിലുള്ള സാഹചര്യങ്ങള് അവനെ ഭാരപ്പെടുത്തുകയില്ല. നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന പലതിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ കർത്താവ് അതിനെ സുതാര്യമാക്കി തരും. നമ്മൾ പലപ്പോഴും ടെൻഷൻ ആകുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവ് ചോദിക്കുന്നു, നീ വ്യാകുലപ്പെട്ടത് കൊണ്ട് നിന്റെ നീളത്തോട് 1 ഇഞ്ച് കൂട്ടുവാൻ നിനക്ക് കഴിയുമോ? നിന്നെ ഒന്ന് വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ കഴിയുമോ? ഇല്ല. കർത്താവ് അനുവദിക്കാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നില്ല. സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ ഭാരപ്പെടുത്താറുണ്ട്. ഒരു 37 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി, മുമ്പ് ഞാൻ കണ്ടുള്ള ഒരു സഹോദരിയെ ഒരു ദിവസം യാദൃശ്യമായി കാണുമ്പോൾ അവരുടെ തലമുടിയെല്ലാം നന്നായിട്ട് വെളുത്തിരുന്നു. ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കി. എന്നോട് പറഞ്ഞു, വിജയൻ ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് ഞാൻ ചോദിച്ചു, എന്താ പിന്നെ നിങ്ങളുടെ തലമുടിയൊക്കെ നരച്ചിരിക്കുന്നത്? എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. ആ വേദന തലമുടിയെ വെളുപ്പിച്ചു. അവർക്ക് സഹിക്കാൻ കഴിയാത്ത വേദന വന്നപ്പോൾ ഇവിടെ തലമുടി വെളുത്തു. എനിക്ക് ആള് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ മാറ്റപ്പെടുവാനിടയാണ്. നമ്മളൊക്കെ ഇതുപോലെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മെ നിലനിർത്തുന്നത്. നമ്മുടെ ദൈവം യേശു കർത്താവിനെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നത് അതാണ്. സകലത്തിൽ ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവന്റെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. മറ്റുള്ളവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, തീച്ചൂളയിലേക്ക് ഇറങ്ങുവാൻ ഒരുവൻ തയ്യാറാണെങ്കിൽ മറ്റുള്ളവരെ തീച്ചൂളയിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു തീപിടുത്തത്തിൽ ഒരു മിഷനെ ഓഫ് ചെയ്യാതെ പുറത്തിറങ്ങി ആ കെട്ടിടത്തിന് തീ പിടിച്ചു. ഒരു തൊഴിലാളി തന്റെ ആത്മാർത്ഥമായ മനസ്സോടെ ആ കത്തി തുടങ്ങിയ കെട്ടിടത്തിനകത്തേക്ക് പോയി അത് ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ദേശം മുഴുവൻ കത്തുമായിരുന്നു. അതിനകത്തുള്ള സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് കറണ്ടിനെ ഓഫ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ മനുഷ്യൻ മരിച്ചു തീരും. ആ തീക്കകത്തേക്ക് ചെല്ലുവാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വസ്തതയാണ്. ബാക്കി സകല ആളുകളും ജീവനും കൊണ്ടോടി. ഈ ലോകത്തിൽ
മനുഷ്യരൊക്കെ നമ്മെ വിട്ട് ഓടിയാലും നമ്മുടെ പ്രാണപ്രിയൻ തീയിൽ നാലാമനായി ഇറങ്ങി വരുന്നവനാ. തീച്ചൂള നിന്നെ ദഹിപ്പിക്കാതെ, തീയുടെ മണം പോലെ ഏൽപ്പിക്കാതെ നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ലോകം നിന്നെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ തീച്ചൂളയിൽ നമ്മൾ ഒറ്റക്കല്ല. നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മൾ അനുഭവിക്കുന്ന നിന്ന, പരിഹാസം, ഒറ്റപ്പെടുത്തൽ, നമ്മൾ ഒറ്റക്കല്ല. എന്റെ യേശുവപ്പ് തീച്ചൂളയിൽ നാലാമനായി ഇറങ്ങിയത് കൊണ്ട് തീയുടെ മണം പോലെ ഏൽപ്പിക്കാതെ അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ലോകം നമ്മെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുമ്പോ എന്റെ പ്രാണപ്രിയൻ അവിടെ സ്വസ്ഥതയില്ല. ആ കർത്താവ് നമ്മെ സഹായിപ്പാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഏത് പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ സ്തെഫാനോസ് എന്ന് പറയുന്ന ദൈവഭക്തനെ ജനം കല്ലെറിഞ്ഞു കൊണ്ടിരുന്നു. അപ്പോൾ വായിക്കണ്ട, അവിടെ യേശു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുക, തന്റെ ഭക്തന്റെ പ്രാണനെ സ്വീകരിപ്പാൻ. അതാണ് നമ്മുടെ കർത്താവ്. ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവത്തിന് വേദന വരുമ്പോൾ കർത്താവിന് ഇവിടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആകാരണമായി ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മുടെ കർത്താവ് നമ്മെ സഹായിപ്പാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ നമ്മൾ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുകയാണ്. കർത്താവ് കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിന്റെ തേജസ്സും ബഹുമാനവും അണിയിപ്പാൻ, മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. യേശു കർത്താവിന് ഈ ലോക മനുഷ്യർ ക്രൂശിച്ച് കൊന്നതോടെ ഈ പ്രസ്ഥാനം അവസാനിക്കുമെന്ന് ചിന്തിച്ചെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം സത്യവേദ പുസ്തകമാണ്. അതിനെ തകർക്കുവാൻ ആയിരക്കണക്കിന് പുസ്തകങ്ങള് അധികാരികൾ തീയിട്ട് ചുട്ടപ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി അത് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ മാർഗം, രക്ഷയുടെ മാർഗം, സമാധാനത്തിന്റെ മാർഗം, സമാധാന പ്രഭുവായ കർത്താവിനെ അനുഗമിക്കുന്നവർ സമാധാനത്തിന്റെ മാർഗമാണ് അത് നമ്മുടെ മുഖമുദ്രയായിരിക്കുന്നത്. ഈ മരിച്ച ആളുകൾ പെട്ടെന്നൊക്കെ മരിക്കുമ്പോൾ മൗനജാഥ നടത്താറുണ്ട്. നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോഴൊക്കെ നടത്താറുണ്ട് മൗനജാഥ. അതിനകത്ത് ആരും മുദ്രാവാക്യം വിളിക്കാറില്ല. മരിച്ച നേതാവ് വലിയ നേതാവാണെങ്കിലും ഈ മൗനജാഥയിൽ പങ്കെടുക്കുന്നവരാരും മുദ്രാവാക്യം വിളിക്കാറില്ല. എന്താ കാര്യം? അത് മൗനമായിട്ടാണ് യാതൊരു. അപ്പോൾ നമ്മുടെ നേതാവ് മരിച്ചു, അതിന്റെ ദുഃഖം പ്രകടിപ്പിക്കുക. പക്ഷെ നമ്മുടെ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. പക്ഷെ യേശുവിന്റെ സ്വഭാവം അവൻ സമാധാന പ്രഭുവാണ്. ആ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം, നമ്മുടെ ഭവനങ്ങളിൽ അത് വാഴണം. കർത്താവ് വസിക്കുന്ന ഭവനത്തിനകത്ത് ദൈവത്തിന്റെ സമാധാനം വാഴണം. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് കർത്താവിന് വസിപ്പാൻ തക്കവണ്ണം കഴിയുമോ? ഞാൻ സ്നാനക്ലാസത്ത് കുഞ്ഞുങ്ങളോട് പറയാറുണ്ടായിരുന്നു, അവരെ പഠിപ്പിച്ചതാണ്. സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ സൂക്ഷിച്ചു വേണം പറയുവാൻ. ദൈവത്തിന്റെ മക്കളെന്ന പദവിയിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുക. അതുകൊണ്ട് ഇന്നലെ വരെ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ നമുക്ക് പിന്നെ വ്യവസ്ഥയില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത് വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് മരണമാസ്വദിച്ച് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകുമ്പോൾ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും.
പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ പുത്രങ്കിലേക്ക് വരുവാനുള്ള ഭാഗ്യവും പദവിയും ദൈവം നമുക്ക് നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ വാക്കുകളാണത്. എന്റെ ജീവനെ കൊടുക്കാനും വീണ്ടും പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്റെ ജീവനെ ഞാൻ വീണ്ടും പ്രാപിക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ അതിനെ കൊടുക്കുന്നത്. ക്രൈസ്റ്റോളജി പഠിക്കുമ്പോൾ തന്നിൽ തന്നെ ജീവനുള്ളവനാണ് ക്രിസ്തു. മനുഷ്യർക്കാർക്കും തന്നിൽ തന്നെ ജീവനില്ല. ജീവന്റെ ശ്വാസം ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവ് തന്നെ പ്രിയപ്പെട്ട സ്ഥലത്ത് പോകും. ഈ ബോഡി മണ്ണിലേക്ക് തിരിയും. മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് അത് മണ്ണിലേക്ക് മറവ് ചെയ്യപ്പെടും. ഇവിടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ കൊടുക്കുവാനും ജീവനെ വീണ്ടെടുക്കുവാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ക്രൂശിൽ വെച്ച് കർത്താവ് പറയുന്നത്, പിതാവേ, എന്റെ പ്രാണനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് തന്റെ പ്രാണനെ പിതാവിങ്കലേക്ക് കൊടുത്തിട്ട് ഈ ശരീരത്തെ ലോകത്തിന് വിട്ടുകൊടുത്തു. അത് തിരികെ വാങ്ങി യേശു ഉയർത്തെഴുന്നേറ്റു. കർത്താവ് തൻ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് അതിനെ കൊടുക്കുന്നു. അതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കും. യേശു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം ആർക്കുമില്ല. തന്റെ സ്നേഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കുവാൻ ആരെങ്കിലും തയ്യാറാണോ? പക്ഷെ യേശു എന്റെ നല്ല സ്നേഹിതനാകുന്നുണ്ട്. തന്റെ ജീവനെ എനിക്ക് വേണ്ടി നൽകി എന്നെ വീണ്ടെടുക്കുക. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. എന്റെ യേശു എന്റെ നല്ല ഇടയനാണ്. ഇടയൻ ശ്രേഷ്ഠനായ കർത്താവിനെ അനുകരിക്കുന്ന ഒരു ദൈവപൈതലിന് ലോകത്തിൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 52-ാമത് വാക്യം. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു. നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു. യേശു കർത്താവ് മരണം ആസ്വദിക്കാൻ പോകുന്നതിന് മുമ്പ് യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അപ്പൊ മരണം കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പരീശന്മാരും ശാസ്ത്രന്മാരും പറയുന്നു, അത് ഞങ്ങളുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മരിച്ചു, എന്നാ പിന്നെ നീ മരിക്കില്ലേ? ലോകമേശുവിനെ കൊന്നു എന്ന് അവകാശവാദം പറയാൻ കഴിയുകയില്ല. യേശുവിനോടൊപ്പം ക്രൂശിച്ച 2 കള്ളന്മാര്, അവരെ പടയാളികൾ നോക്കുമ്പോൾ അവർ മരിച്ചിട്ടില്ലായിരുന്നു. അവരുടെ കാലൊടിച്ചിട്ട് അവിടെ ശബത്തിൽ ക്രൂശിൽ അത് മൃതദേഹം കിടക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് അവരെ എടുത്തപ്പോൾ അതിനു മുമ്പ് യേശു തന്റെ ഉടമസ്ഥന്റെ കയ്യിൽ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കർത്താവ് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ മരിക്കയില്ല. അവൻ ഈ ലോകത്തിൽ മരിച്ചാലും ഒരു ദിവസം കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ജീവിക്കും. അതാണ് കർത്താവിന്റെ വാഗ്ദത്തം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം വായിക്കുമ്പോൾ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറയുകയും
തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. കുലപാതകനായവനെ നിങ്ങൾ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവനായകനെ നിങ്ങൾ യേശു കർത്താവിനെ ജീവന്റെ നായകനായിട്ട് വേദപുസ്തകം ചിത്രീകരിക്കുമ്പോൾ ഈ ലോകത്തില് കൊലപാതകനെ നിങ്ങൾ സ്വീകരിച്ചു. ജീവൻ നൽകുവാൻ അധികാരമുള്ള ജീവന്റെ നായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. യേശുവിനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് യേശുവിനെ കൊല്ലുവാൻ ഇടയായി തീർന്നത്. ലോകം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന നമ്മെയും ലോകം ഏൽപ്പിച്ചു കൊടുക്കും. തല്ലുവാനും കൊല്ലുവാനും ലോകം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അവിടെ പദവി പോകാതിരിക്കണമെങ്കിൽ ആ കർത്താവുമായി നിരന്തരമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. എന്റെ ജീവന്റെ നായകനെ ലോകം വേദനിപ്പിച്ചു, കൊന്നുവെങ്കിലും പിതാവായി ദൈവം അവനെ ഉയർപ്പിച്ചു. നമുക്കൊരു ഉയർപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ച് മത്തായി സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 16:28 മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം തന്നെ കർത്താവിനെ തേജസ്കരിക്കപ്പെട്ടവനായി നിങ്ങൾ കാണും. ലോകം എന്നെ കൊന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. നമ്മൾ ലോകത്തിൽ പലതിനെയും ചൊല്ലി കരയുകയാണ്. പക്ഷെ നമ്മുടെ തലമുറകളെ ഓർത്ത് കരയേണ്ടുന്ന സമയം അതിക്രമിച്ചു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാമത് വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 30-ാമത് വാക്യം, മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചൊരു ദൈവ പൈതലിനെ ദൈവം നീതീകരിക്കണം. യേശു കർത്താവിനെ ക്രൂശിച്ച അതിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായി. പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ അത് പരസ്യമായി ജനം കാണെ വെള്ളമെടുത്തവൻ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുക. എന്നിട്ട് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. യേശു ചെയ്ത തെറ്റെന്തെന്ന് ചോദിക്കുമ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുകയല്ലാതെ യേശുവിന്റെ ഒരു കുറ്റവും തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അധികാരികൾ യേശു രാജാവാണെന്ന് പറഞ്ഞൊറ്റ കാരണമാണ് അവർ കുറ്റസംഗതിയായി കണ്ടെത്തിയത്. ഇന്ന് പകൽക്കാലം ലോകം നമ്മയുടെ മേൽ 100 കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി പ്രാണനെ വിട്ട യേശുവിനെ ധ്യാനിച്ചാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു പറഞ്ഞു, ഈ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ നിങ്ങളോട് എത്ര അധികമാണ്. യേശുവിനെ ധ്യാനിക്കുക, നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക, ആ കർത്താവിനെ ഒന്ന് ആസ്വദിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞാൽ ആ കർത്താവിന്റെ സാന്നിധ്യം നമുക്കൊരു ആസ്വാദനമായിരിക്കാം. ജീവിതത്തില് പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ ആ യേശുപ്പന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്നു കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നിധിക്കാൻ സമയം കണ്ടെത്തുക. വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിക്കും. അടുത്ത വാക്യം,
ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്നുവോ? ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്നുവെങ്കിൽ ഏത് സാഹചര്യത്തിലും ആ കർത്താവിനെ ഉയർത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവപ്രജലെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ എന്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുക. അനേകരുടെ പ്രാർത്ഥനകൾക്ക് ദിവസങ്ങൾ മറുപടി ദൈവം തരും. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ മാത്രമാണ്. അടുത്ത വാക്യം കൂടെ വായിക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയാം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവം പിന്നെ എന്താണ് നമുക്ക് വേണ്ടി മറച്ചു വെക്കുന്നത്? സ്വന്തം പുത്രനെ എന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി കാൽവരി ക്രൂശിലെ യാഗമായി തീരുവാൻ ഏൽപ്പിച്ചു തന്ന കർത്താവ്. യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം ക്രിസ്തുവിനെ ലോകത്തിൽ നൽകുവാൻ തക്കവണ്ണം ലോകക്കാരായ നമ്മെ സ്നേഹിച്ചു. പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത് സ്വന്തം പുത്രനെ എന്റെ പാപത്തിന് പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിക്കാൻ വേണ്ടി. ഇവിടെ റോമാലേഖനത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ പിന്നെ എന്താ പിടിച്ചു വെക്കുന്നത്? പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, ആന കൊടുക്കാമെങ്കിൽ തുറട്ടി കൊടുത്തൂടെ. ആനയ്ക്കാണ് വില പറഞ്ഞ് വാങ്ങുന്നത്. പക്ഷെ ആനയെ നിയന്ത്രിക്കുന്ന ഒരു തുറട്ടിയുണ്ട്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കൊളുത്തുപോലെയുള്ള ഒരു സാധനമുള്ള ഒരു വടി. അതിന് വില പറയില്ല, അത് പ്രിയ. ദോശ വാങ്ങുമ്പോൾ ചമ്മന്തി പോലെ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സൗജന്യമായി മരിക്കാൻ ഏൽപ്പിച്ചു തന്നിട്ട് പിന്നെ എന്താ കർത്താവ് മറച്ചു വെക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമ്മുടെ അവകാശം. മക്കളെങ്കിലോ അവകാശികൾ. നമ്മൾ മക്കളായി കഴിഞ്ഞാൽ അപ്പനോട് ചോദിക്കാൻ മറ്റാരുടെയും ആവശ്യം. ഈ ലോകത്തിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. കർത്താവിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രൻ മുഖാന്തരം യാചിക്കുന്ന സകലത്തിനും മറുപടി തരും. പിതാവിന് നമ്മുടെ മക്കളെ ഒരു സ്ഥലത്ത് നിന്ദിക്കും നമ്മൾ ഇഷ്ടമാണോ? നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ആരെങ്കിലും വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസം അല്ലേ? അവർ ചെയ്ത തെറ്റിനായിരിക്കും ചിലപ്പോ. ഇന്നലെ ഞാൻ ഒരു കുഞ്ഞിനെ പിടിച്ച് എനിക്ക് വിരട്ടി. നമ്മൾ ഇനി ഇങ്ങനെ അടിക്കും. ആളുകളെല്ലാം ഓടിച്ചിട്ട് അടിക്കും. പല പ്രാവശ്യം പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടും അവൻ നല്ല അടി തരുവിനി വിരട്ടി. പിന്നെ അവങ്ങനെ ശാന്തമായി. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന വിധം മനുഷ്യൻ അനുഗ്രഹിക്കുന്നത് പോലെയല്ല. പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നിട്ട് ഇനി എന്താ കർത്താവ് മറച്ചു വയ്ക്കുന്നത്? സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അവകാശികളായി നമ്മൾ മാറിക്കഴിഞ്ഞു. ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞവൻ നമ്മുടെ നടുവിലുണ്ട്.
കർത്താവ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ, അതെ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. ഇന്ന് പകൽ എത്ര പേർക്ക് വായി തുറന്ന് ചോദിക്കാൻ താല്പര്യവും പ്രാഗൽഭ്യമുണ്ടോ? അവർക്ക് വേണ്ടി തരുവാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്നിരിക്കുകയാണ്. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ സംഗീതത്തിൽ കേട്ടത്. ദൈവത്തെ പോലെ ശക്തൻ മറ്റാരുമില്ല. ദൈവത്തിന് തുല്യമായി ദൈവം മാത്രം. മോശയുടെ അടുക്കലേക്ക്, ആ കത്തുന്ന ഉൾപ്പടർപ്പിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് മോശയെ ആ അടുക്കലേക്ക് വരുമ്പോൾ, മോശെ നീ ഇങ്ങോട്ട് അടുക്കുവാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് നിന്റെ കാലിന്റെ ചെരുപ്പഴിച്ചു കളകാന്ന് പറഞ്ഞു. ആ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടെ ചെരുപ്പഴിച്ചു മാറ്റുവാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം മോശയോട് സംസാരിക്കുക. മോശയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മോശ ചോദിക്കുന്നു, ദൈവമേ, ഞാൻ ഫറവോന്റെ അടുത്തുനിന്ന് ഒരിക്കൽ മരണഭീതിയോടെ ഓടിയവനാണ്. പക്ഷെ ആ ഫറവോന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആരാണ് നിന്നെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ പേരെന്താണ്? ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ. ദൈവത്തിന് തുല്യമായി മറ്റൊന്നില്ല. ദൈവത്തിന് തുല്യം പറയുവാൻ ഉലകത്തിൽ ഒന്നുമില്ല. സകലതും ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുമ്പോൾ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടൊപ്പം സകലതും തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ എന്താ നമുക്ക് ആവശ്യം? നമുക്ക് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ തരുവാൻ ദൈവം വിശ്വസ്തൻ. എബ്രായ ലേഖനം 2-ാം അധ്യായം 7-ാമത് വാക്യം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലതും അവന്റെ കാൽ കീഴാക്കി, സകല പ്രവൃത്തികൾക്കും അധിപതിയാക്കി കർത്താവിനെ വെച്ചിരിക്കുന്നു. കർത്താവ് അധിപതിയാണെങ്കിൽ നമ്മളും അധിപതിയാണ്. അപ്പന്റെ അവകാശം മക്കൾക്കാണെങ്കിൽ ദൈവമക്കളായ നമ്മുടെ മേലും കർത്താവ് അധികാരം വെച്ചിരിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. 2 പദങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ ഒഴിച്ച്, ദൈവമഹത്വം മുറുകെ പിടിക്കാതെ ദൈവത്തോടുള്ള സമത്വത്തിലായിരുന്ന കർത്താവ് തന്നെത്താൻ ഒഴിച്ചു. ആ അധികാരം ഒഴിഞ്ഞു കൊടുത്തിട്ട് പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തന്നെത്താൻ താഴ്ത്തി ക്രൂശിത മരണത്തോളം. ഇന്ന് പകരം ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം താനിരിക്കുന്ന കസേര മറ്റാർക്കും വിട്ടുകൊടുക്കും. യേശു കർത്താവ് ആരും നിർബന്ധിച്ചില്ല. തന്നെത്താൻ ഒഴിച്ച്, തന്നെത്താൻ താഴ്ത്തി മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ ഓരോരുത്തരെയും ആ സ്വർഗത്തിലേക്ക് ഉയർത്തുക.
നാം ചെയ്ത പാപത്തിന്റെ പരിഹാരമായി അണയാത്ത തീയുള്ള ചാകാത്ത പുഴുക്കളുള്ള ആ നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെത്താൻ പലതും ഒഴിച്ചു വെച്ചു. ആ കർത്താവിനെ അനുഗമിക്കുന്ന ദൈവ പൈതൽ ഈ ലോകത്തിൽ പലതും ഒഴിച്ചു വെക്കാൻ കഴിയും. എങ്കിലേ ദൈവസന്നിധി താഴ്ത്താൻ കഴിയും. ഈ ലോകത്ത് ഇപ്പൊ പലതും ഒഴിയാൻ കഴിയാത്ത അവസ്ഥയില്ല, അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഇപ്പൊ മാറ്റി വയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അതുപോലെ പലതും ഒഴിച്ചുകൂടാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നിരിക്കും. പക്ഷെ ദൈവസന്നിധി ഇരിക്കുമ്പോഴെങ്കിലും അതിനെ ഒഴിച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ ലോകത്തിലെ ബന്ധപ്പാടുകളെല്ലാം മാറ്റിവെച്ച് സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല. ചില വർഷങ്ങൾക്ക് പുറകില് 50 മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട്, തുടർച്ചയായ പ്രാർത്ഥനയ്ക്കായിട്ട് ഏകദേശം 48ഓളം പേര് എല്ലാം ദൈവവേല ചെയ്യുന്നവരാണ്. കന്യാകുമാരിയുടെ ഭാഗത്ത് പോയി ഒരു ഹാള് വാടകയ്ക്ക് എടുത്ത് അവിടെ പ്രാർത്ഥിക്കുക. കണ്ടിന്യൂ പ്രയർ 50 മണിക്കൂർ പ്രാർത്ഥന. ആദ്യ ദിവസം അവിടെ പോയി ഇടയ്ക്ക് പാട്ടൊക്കെ പാടി ചെറിയ പ്രബോധനമൊക്കെ പറയും. പിന്നെ ബാക്കി മുഴുവൻ സമയം പ്രാർത്ഥന. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് ഒരു പാട്ട് പാടി പ്രാർത്ഥന തുടങ്ങാൻ സമയത്തിന് അപ്പോഴേക്കും ഏകദേശം ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ വാതിൽക്കൽ വന്നു. അപ്പൊ ഡിസംബർ അദ്ദേഹത്തിൽ പോയി പരിചയപ്പെട്ടു. എന്താ പ്രാർത്ഥനയ്ക്ക് കൂടാനാണോ ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. ഞങ്ങളോടൊപ്പം അദ്ദേഹം കൂടി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥന വിഷയമാണ്? അദ്ദേഹം പറഞ്ഞത്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മുഴുവനും പേപ്പർ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യാപാരി, ഒരു ഡിസ്ട്രിക്റ്റിന്റെ മുഴുവനും പേപ്പറിന്റെ ഹോൾസെയിൽ വ്യാപാരിയാണ്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 7 ലക്ഷം രൂപ ദശാംശം കൊടുത്തു ആലയങ്ങൾ പണിയാൻ. എനിക്ക് ഈ വർഷം, അടുത്ത വർഷം 14 ലക്ഷം രൂപ ദശാംശം കൊടുത്തു. അതിനുവേണ്ടി എന്റെ ഓഫീസിൽ ഇരുന്ന എനിക്ക് വസ്തു, വീട്ടിലിരുന്നാലും വസ്തു ഇരുന്നില്ല. അതുകൊണ്ട് ഇവിടെ നോട്ട് വാടകയ്ക്കെടുത്തുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. എന്റെ മൊബൈൽ ഫോണെല്ലാം ഓർമ്മിക്ക് വെച്ചു. തന്റെ ബിസിനസിന്റെ അഭിവൃദ്ധിയാണ് ലക്ഷ്യം. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എന്റെ അത്യാവശ്യ ചെലവുകൾ മാത്രം എടുത്തിട്ട് ബാക്കി സുവിശേഷം എനിക്ക് വേണ്ടി കൊടുക്കുന്നു. എനിക്ക് അടുത്ത വർഷം 14 ലക്ഷം രൂപ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കും. അതിനുവേണ്ടി 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കണം, മറ്റൊന്നും പ്രാർത്ഥിക്കണ്ട. ബിസിനസ്സൊക്കെ ദൈവം നടത്തിക്കൊള്ളും. എത്ര പേർക്കാണ് ആ ഒരു തീഷ്ണത? ദൈവത്തിന് സാക്ഷ്യത്തിന് സമയം കൊടുക്കും. അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു പഴയ കാറുണ്ടായിരുന്നു. എന്റെ വൈഫ് പറഞ്ഞു, ഈ വർഷത്തെ ലാഭവിഹിതം കിട്ടുമ്പോൾ നമുക്കൊരു പുതിയ കാറ് വാങ്ങാം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വാങ്ങാം, നമുക്ക് ആദ്യം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കിട്ടിയത് മുഴുവൻ സുജീവനെ കൊടുത്തു കഴിഞ്ഞു. അത് ഈ ഭാര്യ അറിഞ്ഞില്ല. ഭാര്യയ്ക്ക് എപ്പോഴാണ് നമുക്ക് കാറ് ബുക്ക് ചെയ്യുന്നത്? അതെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. മുഴുവൻ കാശും സുവിശേഷ വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തിന് പേപ്പർ കൊടുക്കുന്ന മുതലാളി തന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു. പിറ്റേ മാസം വന്നപ്പോ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ പോയത് ഒരു പഴയ കാറിലാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഈ കാറേ ഉള്ളോ? അത് ഈ കാറാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഒരു പുതിയ വാഹനത്തിന് ബുക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ലഭിച്ചത് മുഴുവൻ സുവിശേഷ വിലയ്ക്ക് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ വാങ്ങിയാൽ
ഒരു സാൻഡ്രൈ കൂടുതൽ ഞാൻ വാങ്ങുകയില്ല. പക്ഷേ ഒരു ആഡംബര വാഹനം ദൈവം തന്നു. നമ്മൾ ദൈവത്തിന് വായ്പ കൊടുക്കുന്നതാണ് ഇത്. നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരല്ലേ. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി എത്ര പേരാണ് ആർത്തിയോടെ പ്രാർത്ഥിക്കുന്നത്? ആ മനുഷ്യൻ ബിസിനസിന്റെ തിരക്കെല്ലാം മാറ്റി വെച്ച് 3 ദിവസം ലോഡ്ജ് വാടകയ്ക്കെടുത്തു. പറഞ്ഞത്, എന്റെ പ്രാർത്ഥന മുറി കഴിഞ്ഞ പ്രാർത്ഥിക്കാതിരുന്ന പോലും അത്യാവശ്യക്കാരൻ വാതിൽ കിട്ടി. അതുകൊണ്ട് നമ്മുടെ ലോഡ്ജ് വാടക എന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയാവൂ ഞാൻ ഇവിടെ ഉണ്ടോ. എത്ര പേരാണ് അതുപോലെ ദൈവസന്നിധിക്കാൻ സമയം കണ്ടെത്തുന്നത്? ദൈവസന്നിധി ഇരിക്കുവാൻ പലതും മാറ്റിവെച്ച്. അതിനാണ് കർത്താവ് നമ്മുടെ മോഡൽ. ദൈവം മഹത്വത്തിൽ ദൈവത്തോട് കൂടെയായിരുന്ന പുത്രനായ ക്രിസ്തു തന്നെത്താൻ ഒഴിച്ചു വെച്ചു ദൈവമഹത്വം. മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആദാമ്യ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ മാനവരാശിയെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം നൽകുവാൻ, കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ. യേശു കരഞ്ഞുകൊണ്ടല്ല മരിച്ചത്. എബ്രായ ലേഖകൻ പറയുന്നു, അതെ, എങ്കിലും ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുകയും ചെയ്തു. മനുഷ്യനെ പാപത്തുനിന്ന് വീണ്ടെടുക്കുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിനായി, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ കൊണ്ട് മൃഗങ്ങളുടെയും ആട്ടുകൊറ്റന്റെയും കാളക്കിടാവിന്റെയും രക്തം കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുന്നില്ല എന്ന് കണ്ടിട്ട് പുത്രനായ കർത്താവ് ദൈവമഹത്വം മാറ്റിവെച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്റെ പാപത്തിന് പരിഹാരത്തിനായി, എനിക്ക് പകരക്കാരനായി മരിക്കുവാൻ. ഈ യേശുവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ദൗത്യം ഏറ്റെടുത്ത അഭിഷക്തന്മാരാണ് നോർത്ത് ഇന്ത്യയിൽ രക്തസാക്ഷികളായി മരിക്കുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ അളവത്ര വലുത്. നമുക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ പനി വന്നാൽ മതി നമ്മൾ സഹായമൊന്നും മുടക്കാൻ ഇല്ല. കർത്താവ് തീഷ്ണതയോടുകൂടെ 6 ദിവസം അധ്വാനത്തിന്റെ വേലയൊക്കെ ചെയ്യുക. 7-ാം ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ദിവസമാണ്. നമ്മുടെ ഗവൺമെന്റ് പോലും ഒരു ദിവസം അവധി തന്നിരിക്കുക, ഈ ദൈവത്തെ ആരാധിക്കുക. എന്നിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സമയമുണ്ടോ? കർത്താവിന്റെ സന്നിധിയിൽ ഇവിടെ ലൂക്കോസ് 24:26 വായിച്ചത്, ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലേ. ദൈവത്തിനായ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് കഷ്ടം അനുഭവിച്ച പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ചുവെങ്കിൽ, ക്രിസ്തുവേശുള്ള ഭാവമുള്ളവരായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലും കഷ്ടതയുണ്ട്. കഷ്ടത അവസാനമല്ല, കഷ്ടത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉള്ളതാണ്. നാം പ്രത്യാശയുള്ളവരായിരിക്കണം. ഒരു ദിവസം എന്നെ ഉയർത്തുന്ന ദിവസമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധി താഴ്ത്തി കൊടുത്താൽ കർത്താവ് നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. നാം ഉയർച്ച പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ നാം തന്നെത്താൻ ഉയരുവാൻ നോക്കുകയല്ല, തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാർ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത് വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചു കൊള്ളേണ്ടതിന് ദൈവം അവരെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. കർത്താവിനെ
കർത്താവ് പിതാവായ ദൈവം തേജസ് കൊടുത്തത് നമുക്ക് അനുകരിക്കുവാൻ, വിശ്വസിക്കുവാൻ ഒരു നല്ല മാതൃകയാക്കി വച്ചു. മരിച്ചുവിടുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തേജസ്സും ബഹുമാനം അണിയിച്ച് പിതാവിനോട് ചേർത്തിരുത്തിയിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 10:32 നമ്മൾ വായിക്കുന്നത്, നസ്രായനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ പുറത്താക്കിയും കൊണ്ട് യാത്ര ചെയ്ത വിവരം നിങ്ങൾ അറിയുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൂടെ വായിക്കാം. എബ്രായലേഖനം 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എബ്രായലേഖനം 3:1 വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ നോക്കാനല്ല പറയുന്നത്, ഇല്ലയോ, ശ്രദ്ധിച്ചു നോക്കാം. യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ യേശുവിന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ കാണാൻ, യേശുവിന്റെ തലയിൽ വെച്ച മുൾക്കിരീടത്തെ അതിന്റെ ആണികൾ ശരീരത്തിൽ തുളച്ച് പുറത്തു വരുന്നത് വന്നിരിക്കുന്നത് കാണാൻ കഴിയും. യേശുവിന്റെ കൈകാലുകളിൽ ഏറ്റ കാലിനുംപാടുകളാൽ തറക്കപ്പെട്ടതായ സുഷിരങ്ങൾ കാണാൻ കഴിയും. യേശുവിന്റെ വിലാപ്പുറത്തേറ്റ കുത്തിന്റെ ആ കുന്തം കൊണ്ട് കുത്തിയ അതിലൂടെ ഒഴുകുന്ന ആ രക്തവും വെള്ളവും കലർന്ന ചലം ഒഴുകുന്നത് കാണാൻ കഴിയും. കർത്താവിന്റെ ശരീരം അതേ ഉഴവച്ചാലുകൾ പോലെ തകർക്കപ്പെട്ടത് കാണാൻ കഴിയും. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് സഹിച്ചതിനെ ഓർത്താൽ നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം നമുക്ക് വലുതാണെങ്കിലും കർത്താവ് അനുഭവിച്ചത് തുല്യമായി തീരുകയും ആ കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ എത്ര പേർക്ക് കഴിയും? എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച കർത്താവിന്റെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ താൻ കഷ്ടം സഹിച്ചു. കർത്താവ് കഷ്ടം സഹിച്ചത് എന്നെ ആ ദൈവ തേജസ്സിലേക്ക് നയിക്കുവാൻ. നമുക്ക് എല്ലാവർക്കും വേണ്ടി നിൽക്കാമോ? ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എല്ലാ കണ്ണുകളും അടച്ചു ഒരു നിമിഷം ആ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞാൻ അനുഭവിക്കുന്ന കഷ്ടം എന്റെ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നയിക്കുവാനാണെങ്കിൽ ഞാൻ സ്വന്തമായി എടുക്കുവാൻ തയ്യാറാണ്. പിതാവായ ദൈവം കൊടുത്ത മഹത്വം തന്നെ തൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്റെ അപ്പൻ മാറിയത് എന്നെ തേജസ്സിലേക്ക് നയിക്കുവാൻ, നഷ്ടപ്പെട്ട ദൈവമഹത്വം തിരികെ തരുവാൻ, ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയ ആത്മീക അനുഭവങ്ങളെ മടക്കി തരുവാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയത്തിന്റെ ആഴങ്ങൾ നോക്കുക. ആരും അതരം അടച്ചിരിക്കരുത്. ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മീക അനുഭവം എനിക്ക് പോരാ, എന്റെ ആത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് കരം പിടിച്ച് നടത്തണമേ. പ്രത്യാശയുടെ വാക്കുകളെ എന്നെ സഹായിക്കണമേ. ഞാൻ കർത്താവ് അനുഭവിച്ച കഷ്ടം എന്നെ തേജസ്സിലേക്ക് നയിക്കുവാനാണെങ്കിൽ, കർത്താവ് ഞാൻ അനുഭവിക്കുന്നതായ കഷ്ടം അനേകരെ തേജസ്സിലേക്ക് നയിക്കുവാൻ, ഈ മഹത്വത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ഭക്തൻ തീരുമാനമെടുത്തതുപോലെ നമുക്കൊരു തീരുമാനമെടുക്കാമോ? നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ ഈ തേജസ്സിലേക്ക് നയിക്കുവാൻ, നമ്മുടെ ചാർച്ചക്കാരെ ഈ തേജസ്സിലേക്ക് നയിക്കുവാൻ, കഷ്ടത അനുഭവിക്കുന്നവരെ, ഈ യേശുവിനെ അറിയാതെ ജീവിക്കുന്നവരെ, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ ലോകത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരെ ഈ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ എന്റെ ഒരു വാക്ക്, എന്റെ ജീവിതം അതിന് മുഖാന്തരമായി തീരണമേ. അവിടുത്തെ മഹത്വം എന്റെ മേൽ പകരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയോ? അവർക്ക് അതരം തുറന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചില തൊടുന്ന പകൽക്കാലമാണ്. ഇത് നിന്ദയും
നിന്ദയുടെ പരിഹാസത്തിന്റെ വേദനയുടെ ഒരു ശമനം തരുവാൻ ഹല്ലേലൂയ ലോകം നിന്നെ ആക്ഷേപിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആ കഷ്ടം സഹിച്ച വേദന സഹിച്ച നിന്ന സഹിച്ച ആ കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുവാൻ ദൈവത്തിന്റെ കാര്യം ഈ പകൽക്കാലം ചിലവേൽ നീട്ടപ്പെടുകയാ. ഈ വർഷങ്ങളായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് പരിഹാരം തരുവാൻ എന്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ കാര്യം ഈ പകൽക്കാലം നമ്മുടെ മേൽ നീട്ടപ്പെട്ടിരിക്കുക. ചില എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം തൊടുവാൻ ദൈവം മഹത്വം ചാലിക്കട്ടെ, ദൈവം മഹത്വം ചാലിക്കട്ടെ, ദൈവം മഹത്വം ചാലിക്കട്ടെ, ദൈവം മഹത്വം ചാലിക്കട്ടെ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകല ഒരു കോഴിയെ കാട്ട് അടിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ 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 ആ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കട്ടെ.
ബലത്തോടെ ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരും. അങ്ങടിയങ്ങളോട് ഹൃദ്യമായി ഇടപെട്ട് യേശോപ്പ, അങ്ങ് മരണമാസ്വദിച്ചത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാനാണെങ്കിൽ എന്നെ അവിടുത്തെ തേജസ്സിലേക്ക് നയിക്കുക. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തേജസ്സിലേക്ക് നയിക്കുക. കർത്താവ് മരണമാസ്വദിച്ചപ്പോ കർത്താവിന് മഹത്വവും പുകഴ്ചയും നൽകിയതുപോലെ ദൈവം മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് വേർതിരിച്ച് അനുഗ്രഹിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കും. ശുശ്രൂഷ നേർന്നു കൊടുത്ത എല്ലാവരെയും ദൈവം ബലത്തോടെ നൽകുക. ശാരീരികമായി ബലഹീനതയോടെ ആയിരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുക. ദൈവകൃപ ആവശ്യമായിരിക്കുന്ന നന്മകളാൽ നിറയ്ക്കുക. ഈ ബലത്തോടെ ഞങ്ങൾ പറഞ്ഞേക്കും. ഞങ്ങൾ സന്തോഷത്തോടെ സ്വഭവനങ്ങളിലെത്തി നിർഭയം വസിച്ച് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവ തേജസ്സിന്റെ മാർഗമാണ്. വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ ദൈവം സംരക്ഷിക്കും. തുടർന്നടക്കുന്ന സംഘടന ആരാധനകളെ അനുഗ്രഹിക്കുക. സകലതും യേശുവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനകൾ വേണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടക്കുന്നു. നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരെ സമാധാനത്തോടെ പോകാം. ദൈവം